അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു മനുഷ്യൻ മഹാനാകാൻ തൊട്ടതെല്ലാം പൊന്നാക്കേണ്ട ആവശ്യമില്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടതില്ല. അസാധാരണമായ ബുദ്ധിഭൈവവും അതുല്യമായ പാണ്ഡിത്യവും പ്രകടിപ്പിക്കേണ്ടതില്ല. ജന അംഗീകാരവും കേളിയുമുള്ള നേതാവാകേണ്ടതില്ല. ചരിത്രത്താളുകളിൽ സവിശേഷമായ ഇടം കിട്ടേണ്ടതുമില്ല. മനുഷ്യത്വത്തിൽ നിന്ന് ഒരടി പോലും വ്യതിചലിക്കാതിരുന്നാൽ മാത്രം മതി. മൃഗീയതയിലേക്ക് ഒരു നിമിഷം പോലും വഴിമാറാതിരുന്നാൽ മതി. എങ്കിൽ അവനായിരിക്കും ഏറ്റവും ഉന്നതൻ. പ്രായമേറുകയാണ് ഗുരു. തിരിഞ്ഞു നോക്കുമ്പോൾ ശൂന്യത മാത്രമാണുള്ളത്. ശ്രദ്ധേയമായതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. ശിഷ്യന്റെ സങ്കടം ഗുരുവിനോട് ബോധിപ്പിക്കുകയാണ്. ഗുരു ചോദിച്ചു, ശ്രദ്ധേയമായതു ചെയ്താലോ ജീവിതം ധന്യമാകുകയുള്ളൂ എന്നുണ്ടോ? എടുത്തു കാണിക്കാവുന്ന വല്ലതും വേണ്ടേ ജീവിച്ചു എന്നൊക്കെ പറയാൻ? അതാരു പറഞ്ഞു? അങ്ങനെയാണല്ലോ പൊതുവെ പറയാറ്. ജീവിച്ചു എന്ന് പറയാൻ അസാധാരണമായതൊന്നും ചെയ്യേണ്ടതില്ല പ്രിയപ്പെട്ടവനെ. ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചാൽ മതി. ഒരു മനുഷ്യനായി മാത്രം. ജീവിതത്തിൽ എന്തൊക്കെ നേടിയെന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനം. നിങ്ങൾ ആരാകുന്നു എന്നത് നശ്വരമായ ജീവിതത്തിലെ ചോദ്യമാണ്. എന്നാൽ നിങ്ങൾ എങ്ങനെയാകുന്നു എന്ന ചോദ്യത്തിനാണ് അനശ്വര ജീവിതത്തിൽ പ്രസക്തി. ഏതു നിലയിലെത്തിയാലും കലർപ്പില്ലാത്ത മനുഷ്യനായിരിക്കാൻ കഴിയണം. നേട്ടങ്ങളുടെ നീണ്ട പട്ടിക നിരത്താനുണ്ടാവുകയും ജീവിതം തീരെ മാതൃകാപരമല്ലാതിരിക്കുകയും ചെയ്യുന്നത് വലിയ അഭംഗിയാണ്. ഒരാൾ മഹാനാകാൻ തൊട്ടതെല്ലാം പൊന്നാക്കേണ്ടതില്ല. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടതില്ല. അസാധാരണമായ ബുദ്ധിവൈഭവവും അതുല്യമായ പാണ്ഡിത്യവും പ്രകടിപ്പിക്കേണ്ടതില്ല. ജന അംഗീകാരം കേളിയുമുള്ള നേതാവാകേണ്ടതില്ല. ചരിത്രത്താളുകളിൽ സവിശേഷമായ ഇടം കിട്ടേണ്ടതുമില്ല. മനുഷ്യത്വത്തിൽ നിന്ന് ഒരടി പോലും വ്യതിചലിക്കാതിരുന്നാൽ മതി. മൃഗീയതയിലേക്ക് ഒരു നിമിഷം പോലും വഴിമാറാതിരുന്നാൽ മതി. സാധാരണക്കാരായ ചില മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്ക് ഔപചാരികമായ വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവുകയില്ല. എടുത്തു കാണിക്കാവുന്ന വലിയ നേട്ടങ്ങളുണ്ടാവുകയില്ല. എവിടെ ചെന്നാലും അവരെ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ജീവിതത്തിൽ അവർ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങൾ കാണാം. അതിന് മുന്നിൽ പണ്ഡിതന്മാരുടെ പാണ്ഡിത്യം ചെറുതായി പോകും. സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ ചെങ്കോൽ താഴെ വെക്കേണ്ടി വരും. കോടീശ്വരന്മാരുടെ കോടികൾക്ക് അവിടെ വിലയുണ്ടാവുകയില്ല. അസാധാരണത്വങ്ങൾ കാണിച്ച് കയ്യടി നേടുന്ന താരങ്ങളല്ല അവർ. മനുഷ്യത്വം കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുന്ന മഹാമനുഷ്യരാണവർ. ഒരു വൃദ്ധയെ ഓർമ്മ വരികയാണ്. അവരൊരിക്കൽ സംശയം ചോദിച്ചു, നമ്മൾ സൗജന്യമായി കൊടുത്തതിന് ഒരാൾ കൂലി തന്നാൽ അത് സ്വീകരിക്കണമോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. ചോദിക്കാനുള്ള സാഹചര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കിണറിൽ നിന്നാണ് അദ്ദേഹം വെള്ളമെടുക്കാറുള്ളത്. അതിന്റെ പേരിൽ നയാ പൈസ പോലും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ആ അയൽക്കാരൻ വീടുമാറി പുതിയൊരു അയൽവാസി വന്നിരിക്കുന്നു. അദ്ദേഹവും ഞങ്ങളുടെ കിണറ്റിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. പക്ഷേ വെള്ളമെടുക്കുന്നതിന് അദ്ദേഹം എനിക്ക് പണം തന്നു. ചോദിച്ചു വാങ്ങിയതല്ല, ചോദിക്കാതെ തന്നതാണ്. ഇഷ്ടപ്പെട്ടു തരുന്നത് വാങ്ങാലോ എന്ന് പറഞ്ഞിട്ടും അവർക്ക് സമാധാനമാകുന്നില്ല. പണത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പടച്ചവന് വേണ്ടി നന്മയുള്ള പടപ്പിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കുന്നതിലെ അസ്വസ്ഥത. അയൽക്കാരൻ തന്നെ തന്ന 6000 രൂപ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. വൃദ്ധയുടെ ഈ മൂല്യബോധത്തിന് മുന്നിൽ ആരുടെ ശിരസാണ് താഴ്ന്നു പോകാതിരിക്കുക? പണത്തോട് ആർത്തിയുണ്ടായിരിക്കെ തന്നെ അനർഹമായി കടന്നുകൂടുമോ എന്ന ഭയത്താൽ അർഹമായതുപോലും വേണ്ടെന്ന് വെക്കുന്നുവെങ്കിൽ നിങ്ങളൊരു മഹാനാണ്. സ്വന്തം സൃഷ്ടാവിനോട് ചെറുമട്ടത്തിൽ പോലും അപമര്യാദ വന്നു പോകാതിരിക്കാൻ സജീവ ശ്രദ്ധ കാണിക്കുന്ന വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങളൊരു വിശുദ്ധനാണ്. വന്നുപോയ പാപങ്ങളോർത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ രാത്രികളെ സജീവമാക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചരിത്രത്തിൽ ഇടം കിട്ടിയില്ലെങ്കിലും നിങ്ങളൊരു മഹാവ്യക്തിയാണ്. തെറ്റുകൾ അംഗീകരിക്കാൻ മനസ്സുവരാത്ത എത്രയെത്ര ചക്രവർത്തിമാരുണ്ട്. അവർക്ക് പോലും കഴിയാത്തത് നിങ്ങൾ കഴിഞ്ഞുവെങ്കിൽ അവർക്ക് മീതെയാണ് നിങ്ങളുടെ സ്ഥാനം. തകർന്നുപോയ എന്തെങ്കിലും ഒരു ഹൃദയത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ശബ്ദവും സമയവും നിമിത്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറായിരുന്നുവെങ്കിൽ, നിങ്ങളൊരു ഡോക്ടറായില്ലെങ്കിൽ എന്താ? ഡോക്ടറുടെയും മേലെയാണ് നിങ്ങളുടെ സ്ഥാനം. ഒരു മനസ്സിനെയും മുറിപ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചു മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു അല്ലെങ്കിൽ എന്താ? ചക്രവർത്തിയുടെ മേലെയാണ് നിങ്ങളുടെ പദവി. കടയിലേക്ക് വരുന്ന കസ്റ്റമർ ഒരു ദരിദ്രനാണെന്ന് മനസ്സിലാകുമ്പോൾ
അയാൾക്ക് അയാൾ പോലും അറിയാതെ വില കുറച്ചു കൊടുക്കുകയും വസ്തുവിന്റെ അളവ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുകയും അതൊരു രഹസ്യദാനമായിരിക്കട്ടെ എന്ന് കരുതുകയും ചെയ്യുന്ന കച്ചവടക്കാരനാണ് നിങ്ങളെങ്കിൽ, ഒരു കുത്തക മുതലാളിയായില്ലെങ്കിൽ എന്ത്? അയാൾക്കും മീതെയാണ് നിങ്ങൾ മക്കൾ മൂല്യബോധമുള്ളവരാക്കി വളർത്താൻ ആകുന്നത്ര ശ്രമിക്കുന്ന പിതാവാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു എഞ്ചിനീയറായില്ലെങ്കിൽ എന്ത്? അയാൾക്കും മീതെയാണ് നിങ്ങളുടെ സ്ഥാനം. മറ്റുള്ളവരുടെ വിജയങ്ങളെ സ്വന്തം വിജയം പോലെ ആഘോഷിക്കാൻ കഴിയുന്നുവെങ്കിൽ, മറ്റുള്ളവരുടെ സങ്കടങ്ങളെ സ്വന്തം സങ്കടം പോലെ കാണാൻ കഴിയുന്നുവെങ്കിൽ, കിട്ടുന്നതെന്തും പങ്കുവെച്ച് സായുജ്യമടയുന്നവനാണ് നിങ്ങളെങ്കിൽ, സ്വകാര്യ നിമിഷങ്ങളിൽ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി പദവികളൊന്നുമില്ലെങ്കിൽ സങ്കടപ്പെടാനില്ല. ശുദ്ധമായൊരു ഹൃദയം അകത്തുണ്ടല്ലോ, അതുമതി.